ഹലോ ഗെയ്സ്, ഞങ്ങൾ യാത്രയുടെ അവസാനം എത്തിയിരിക്കുകയാണ്. മൂകാംബികയിൽ നിന്ന് ഉടുപ്പിയിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഹോട്ടൽ റൂം എടുത്തതിൻ്റെ അവിടെ ഒരു കൃഷ്ണൻ്റെ പ്രതിമയൊക്കെ ഉണ്ടായി. നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൃഷ്ണൻ്റെ പ്രതിമയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ റൂമിലെത്തി കേട്ടോ. റൂമിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ അമ്മ റൂമിൽ വന്നപ്പോൾ തന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനിരിക്കുകയാണ്. അങ്ങനെ റൂമിലെല്ലാം നല്ല സൗകര്യമുള്ള റൂമായിരുന്നു. സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇനി അതൊക്കെ എല്ലാം ഒതുക്കി വെക്കണം. അങ്ങനെ റൂമിൽ നിന്ന് ഞങ്ങൾ ഫ്രഷായിട്ട് അമ്പലത്തിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഹോട്ടൽ റൂം എടുത്ത താഴെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഉപ്പുമാവും കേസരിയും, റവയുടെ കേസരി മധുരമുള്ള അതാണ് കേട്ടോ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൂരി മസാല അങ്ങനെ ഐറ്റംസൊക്കെ മേടിച്ച്, കാപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ ഹോട്ടൽ റൂം എടുത്ത അവിടെ തന്നെ കുറേ പുരാതനമായ വസ്തുക്കളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോസിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് അവിടെ കാണാനായിട്ട്. അപ്പുമോനും അമ്പുമോനും ഒക്കെ ആ സൈഡിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ റൂം എടുത്തതിൻ്റെ അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറേ പ്രതിമകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോസിൽ എടുത്തതാണ് കേട്ടോ. പിന്നെ സുനിയേട്ടനോട് ഞങ്ങളെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. അവിടെ തന്നെ കല്യാണ മണ്ഡപമൊക്കെ ഉണ്ട് റൂം എടുത്തതിൻ്റെ അവിടെ തന്നെ. അപ്പോൾ ആ കല്യാണ മണ്ഡപത്തിൻ്റെ മുൻവശം നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാനൊരു കൃഷ്ണ ഭക്തി ആയതുകൊണ്ട് തന്നെ കൃഷ്ണൻ്റെ എവിടെ വിഗ്രഹം കണ്ടാൽ അതൊക്കെ മാക്സിമം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കൃഷ്ണൻ്റെ പ്രതിമ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു കൗതുകം പോലെ തോന്നി. കൃഷ്ണൻ്റെ പ്രതിമയുടെ മുമ്പിൽ നിന്നിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ പോയ വിശേഷങ്ങളും വീഡിയോസൊക്കെ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.